743 കോടി രൂപയുടെ 31 പദ്ധതികൾക്ക് കിഫ്ബി ധനാനുമതി നൽകി. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പെന്ന പദ്ധതിക്കും അംഗീകാരമായി. ഭൂമി ഏറ്റെടുക്കലിനായി ആദ്യഘട്ടത്തിൽ കിഫ്ബി 1000 കോടി മാറ്റിവെക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതി. കിഫ്ബിയുടെ 51ാമത് ബോർഡ് യോഗത്തിലാണ് 743.37 കോടി രൂപയുടെ 32 പദ്ധതികൾക്ക് ധനാനുമതി നൽകിയത്. ഇതിനു പുറമെ ഏറ്റവും സുപ്രധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യത കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്ന വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പ് എന്ന പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കാനും അംഗീകാരം നൽകി എന്നതാണ്. തെക്കൻ കേരളത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം റോഡ്, റെയിൽ ഇടനാഴികൾ വഴി വ്യവസായ ഇടനാഴിയുടെ ഭാഗമാക്കി കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. 1000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനും ഇത്തരം കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് അത്തരം ഡെവലപ്മെന്റ് വന്നേ കഴിയൂ. പോർട്ടിന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ നേരെ കണ്ടെയ്നറിൽ കയറ്റി പോയി ഷിപ്പിൽ കയറ്റി അയക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വരുമ്പോഴാണ് സ്ട്രാറ്റജിക്കലി നമ്മുടെ വിഴിഞ്ഞ പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്. കിഫ്ബി ധനാനുമതി നൽകിയ 743.37 കോടിയുടെ പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിലെ പദ്ധതികൾക്കാണ് കൂടുതൽ തുക അനുവദിച്ചത്. 11 പദ്ധതികൾക്കായി 335.28 കോടി രൂപയുടെ ധനാനുമതി. ഇതോടെ ആകെ 87,378.33 കോടി രൂപയുടെ 1147 പദ്ധതികൾക്കാണ് കിഫ്ബി ഇതിനകം അംഗീകാരം നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.